do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine. And when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release, you know that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to dream. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. തന്നെ പറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനും പരിശുദ്ധാത്മാനുസ്തുതിയും. കന്യകാനാദൈവമേ, വിവാഹത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ലിബിനെയും അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന ലിബിനെ ഈശോയെ അവിടുത്തെ തിരുക്കരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവാദൈവമേ, അനാദിയിലെ അവിടുത്തെ പദ്ധതി അനുസരിച്ച് ലിബിനെയും ലിബിനെയും വിവാഹത്തിനെ അവിടുന്ന് തിരഞ്ഞെടുത്ത അവിടുത്തെ അനന്ത സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവാദൈവമേ, അവിടുത്തെ കാരണയും കുറുവേയും തിരഞ്ഞെടുക്കുന്ന സംരക്ഷണം എപ്പോഴും ഇവർക്ക് നൽകണമേ. സന്തോഷമായ ഒരു കുടുംബജീവിതം നയിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ സമയം ഇവിടെ ഒന്ന് ചൂണ്ടിയിരിക്കുന്നവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും കുടുംബങ്ങളെയും എല്ലാം സമർപ്പിക്കുന്നു. അവിടുത്തെ പരിസ്ഥിതിയമ്മ മാതാവായ കാനാലെ കല്യാണപുരത്തിൽ അമ്മ സന്നിധിയായിരുന്ന പോലെ ഈ ഭവനത്തിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ വലിയ സംരക്ഷണം ഉണ്ടാകണമേ. ഈശോയെ അവിടുത്തെ അനന്തമായ സ്നേഹത്തിനും കാരണത്തിനും ഞങ്ങൾ എല്ലാവരും ഞങ്ങളേക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. താങ്ക് യു ജീസസ്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോണം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവൻ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം രുചിച്ചു നോക്കി
രുചിച്ച് നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരക അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരമീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കൈക്കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. ഒരു കൈക്കുഞ്ഞായി പിറന്നൊരാ നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. പതറാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും When it feels like you're walking on a wire, you've hit the bottom, I'll remind you, I'll never ever walk away. Like a rushing wind to a lighter, the pouring rain on our fire, you won't put me out. If you're gonna fall, I'ma fall down with you. If your heart breaks, I'll be its fixer. Let me be the color in this black and white picture. Get back to what we know. If you can't stand
let me lift you when it feels like a love slipping through our fingers. Take what's pulling us apart, throw it in the river, I'll never let you go. I'm just gonna hold you tighter, I'm just gonna hold you tighter. When you start praying just to save it, sing our song, forget the lyrics. I'll be here forever and a day. Whoa, like electric, gone acoustic, like a first dance, no music. Hey, in the silence, I'll still take your hand, your hand. 'Cause if you're gonna fall, I'ma fall down with you. If your heart breaks, I'll be its fixer. Let me be the color in this black and white picture. Get back to what we know. If you can't stand up, let me lift you. Feels like a love slipping through our fingers. Take what's pulling us apart, throw it in the river, I'll never let you go. I'm just gonna hold you tighter, I'm just gonna hold you tighter, I'm just gonna hold you tighter. Yeah, I'm just gonna hold you tighter, tighter. And if you're gonna fall, I'ma fall down with you. If your heart breaks, I'll be its fixer. Let me be the color in this black and white picture. Get back to what we know. If you can't stand up, let me lift you. Feels like a love slipping through our fingers. Take what's pulling us apart, throw it in the river, I'll never let you go. ഈ സുന്ദരജനത്തിൻ്റെ വിവാഹ നമുക്കവർക്ക് എല്ലാ ഭാവങ്ങളും അനുഭവം. അതുപോലെ തന്നെ ഇടവയിലെ നല്ല കുടുംബങ്ങളാണ്. ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ട വിവാഹകരായ സ്നേഹത്തിലും സന്തോഷത്തിലും സ്വീകരിക്കുക എന്നത് വിവാഹത്തിരിക്കുന്ന ലക്ഷ്യം കൂടിയ നന്മയാണ്. വിവാഹം സ്നേഹത്തിൻ്റെ ദാസിയാണ്. ആ സ്നേഹത്തിൽ വളർന്ന് മംഗളകരമായ ദമ്പതിമാരായി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇടവരുടെ എല്ലാ ഭാവങ്ങളും നന്മകളും നിങ്ങൾക്ക് ചെയ്യും. കുർബാനയോടുകൂടിയാണ് വിവാഹം സ്വീകരിക്കുന്നത്. ഞാൻ കുർബാനയായി ശ്രമിക്കുക. രണ്ടുപേരുടെയും വിവാഹത്തിന് സാക്ഷികൾ നൽകാൻ Oh
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ പരിചയം അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചുവല്ലോ. സ്വകീയ വരങ്ങളാലെ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യപരത്തിന് നന്മയ്ക്കും വേണ്ടി ഈ കുദാസയോഗ്യതയോട് പരിഗമനം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവമേ, എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും മണത്തുകളെയും ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. കാഴ്ചകളുമായി സന്ദർശിക്കും തൊഴിലാളി നിന്റെ ഭാര്യയിൽ നിന്റെ മക്കളുടെ ശുചിത്വം സൈനികമായിരിക്കും. ഞങ്ങളുടെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. ഇതിനായി ദൈവത്തിന്റെ സ്നേഹം നിന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സകല സൗഭാഗ്യങ്ങളിൽ നമ്മൾ സഭയെ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗ്രഹിക്കുന്ന കാര്യം നടക്കുകയും ശ്രമിക്കുക. നമുക്ക് മാതൃകമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എന്റെ കർത്താവേ, അസത്യമായ നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാവിനെ രക്ഷിക്കുന്നവനും ശിവനത്തെ പരിപാലനവുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പ്രതിനിധിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും.
സകലത്തിന്റെയും നായകൻ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും മർദ്ദനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ദുരിതം ഇപ്പോൾ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. എന്റെ സഹോദരനെ വിശുദ്ധ പത്രോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിലുള്ള വായന ശ്രദ്ധിക്കണമേ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാനും ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് പോലുമാണ് ഇത് സാധ്യമാവുക. ഭാഗ്യമൊഴികളായ പിന്നെയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവത്തിന്റെ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരതയെ പണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഇപ്രകാരം തങ്ങളെ തന്നെ അനുഭവിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാമിനെ നാദാനെ വിളിച്ചുകൊണ്ട് അനുസരിച്ചിട്ടുണ്ടല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും പരിപാലിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാർക്ക് ജീവിക്കുകയും സ്ത്രീകൾ അല്ലെങ്കിൽ മാത്രമാണെങ്കിലും ജീവനായകമായിരിക്കുകയും തുല്യ അവകാശികളെയും അവരോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ സുവിശേഷം ശ്രമിക്കുക. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 1 മുതൽ 3. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹവേദി നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട്ടിൽ നിന്ന് പോയപ്പോൾ യേശുവിന്റെ അമ്മ അവളോട് പറഞ്ഞു, അവർക്ക് വീടില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകനോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം തെളിക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം തെളിക്കുമെങ്കിൽ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വാക്കോടെ നിർവഹിച്ചു. ഇനി പകർന്നത് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീട്ടായി മാറിയ ആ വെള്ളം വീക്ഷിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കൂടിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തെ നീ ആദ്യം വിളമ്പുന്നു,
അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ കാട്ടുതരാം. എന്നാൽ നീ നല്ല വെയിൽ ഇതുവരെയും സൃഷ്ടിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ലിനു, സ്നേഹ ബഹുമാനപ്പെട്ട വികാരിച്ച സഹവൈദികരെ, ലിനുവിൻ്റെയും ജിബിൻ്റെയും മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരുടെയും പേരിൽ ഇവർക്ക് സ്നേഹപൂർവം പ്രാർത്ഥന, ജീവിതത്തിനാവശ്യമായ മംഗളങ്ങൾ, ധൈര്യം, നമ്മൾ നൽകുന്ന പിൻബലം ആശംസിക്കട്ടെ. പലസ്തീനയിലെ കാന എന്ന് പറയുന്ന സ്ഥലം ഒരു ഗ്രാമപ്രദേശമാണ്, ചെറിയൊരു ഗ്രാമം. യഹൂദരുടെ വിവാഹത്തിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് അവർക്ക്. അതിൽ ബുധനാഴ്ചയാണ്, 3-ാം ദിവസമാണ് വരൻ വധുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുക. അപ്പോൾ അവർ നാട് ചുറ്റി വരൻ വധുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ദീർഘമായ വഴി തേടിയാണ് വരിക. കാരണം വരുന്ന വഴിക്ക് എല്ലാവരുടെയും ആശംസകൾ സ്വീകരിച്ചിരിക്കണമെന്നാണ് അവരുടെ ആചാരം. ഇന്നത്തെ വിശേഷത്തിൻ്റെ പശ്ചാത്തലം എനിക്ക് കാനായുടെ പേരിൽ, എല്ലാവരുടെയും പേരിൽ ദീർഘകാല ആയുസ്സും കുടുംബത്തിൻ്റെ സകല നന്മകളും ആശംസിക്കുന്നു. സുവിശേഷം നമ്മോട് പറയുക, മറിയം അവിടെ സന്നിഹിതയായിരുന്നുവെന്ന്. വിളിക്കപ്പെട്ടവര്, എന്നാൽ സ്നേഹപൂർവം സന്നിഹിതമായവർ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സ്നേഹപൂർവം ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരാണ്. ഈ സ്നേഹത്തിൻ്റെ വലിപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. സ്നേഹമെന്ന് പറയുന്നത് കൊടുക്കാനുള്ള വലിയ ആഗ്രഹവും ത്യാഗബുദ്ധിയുമാണ്. ഞങ്ങൾക്ക് ഈ വിവാഹ ദിനത്തിൽ നിങ്ങൾക്ക് ആശംസിക്കാനുള്ളത് ഈ ത്യാഗബുദ്ധിയായി എന്നും നൽകാനും ആത്മദാനത്തിൻ്റെ ചൈതന്യത്തിൽ നിൽക്കാനുമുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ വലിയ മനസ്ഥിതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നുവെന്നാണ് പറയുക. അത് വല്ല വഴികളിൽ പോയി എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇത് വണ്ടി ഓടിക്കുന്നവർക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. ശ്രദ്ധ എന്ന് പറയുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ പ്രത്യേകമായി കാണുന്നതാണ്. അതിൻ്റെ ഏറ്റവും നല്ല മാതൃക മറിയം തന്നെ. ഈശോ മറിയം ശിഷ്യന്മാരെല്ലാവരുമുണ്ട്. നിങ്ങൾക്കുണ്ടാകേണ്ട രണ്ടാമത്തെ ഗുണം, നിങ്ങൾ പരസ്പരം ശ്രദ്ധ കൊടുത്തിരിക്കണം. അത് നിങ്ങളുടെ വിശ്വസ്തതയിലൂടെ കൊടുക്കുന്ന ശ്രദ്ധയാണ്. എന്ന് ശ്രദ്ധ മരിക്കുന്നുവോ അന്ന് അലരസങ്ങളുണ്ടാവും. ഒരിക്കലും ഉണ്ടാകരുത്. പരസ്പരം ശ്രദ്ധിക്കാനും ഔദാര്യത്തോടെയും സ്നേഹത്തോടെയും പങ്കുവയ്ക്കലിലൂടെയും നന്മയോടെ ജീവിക്കാനും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ. മൂന്നാമത് ഈ സുവിശേഷം പറയുന്ന ഗുണം അധ്വാനം. 6 കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാനാണ്. ഒരു കൽഭരണിയിൽ, യഹൂദരുടെ ശുദ്ധീകരണത്തിൽ ഒരു കൽഭരണിയിൽ 75 ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുകയോ, അവർ ഓരോ ശുദ്ധീകരണത്തിൽ വെച്ചിരുന്ന വെള്ളം ഈ 6 കൽഭരണികളെ ഒരാഴ്ചത്തെ ആഘോഷത്തിന് വേണ്ടിയിട്ട് തീർന്നു പോയതിനെ നികത്താനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പരസ്പര സഹകരണം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ നികത്താം. അത് മറ്റാരും നിങ്ങൾക്കൊന്നും തരില്ല, നിങ്ങൾ തന്നെ. അത് വളരെ പ്രാർത്ഥനയോടെ ചെയ്യണം. ഏത് ദിനത്തിലും നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിരിക്കണമെന്ന് ഞാൻ ഉപദേശം പറയുകയല്ല. പ്രാർത്ഥനയും ദൈവവിഭാഗമാണ് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുക എന്ന ഉറച്ച ബോധ്യമുള്ള കാര്യങ്ങൾ പറയുക. മറിയം ഈശോ തന്നെ പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുക. ദൈവത്തെ കാതോർത്ത് നിൽക്കണം എല്ലാ ദിവസവും. രാവിലെയും വൈകുന്നേരവും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവത്തെ കാതോർത്ത് നിൽക്കണം. തീർച്ചയായും ഒരു കുടുംബം വളർന്നു വരുമ്പോൾ ഏറെ അധ്വാനങ്ങൾ ആവശ്യമാണ്. നിങ്ങളുടെ ദീർഘകാല അടിസ്ഥാനത്തിൽ അധ്വാനം നിങ്ങൾ കുടുംബത്തിന് സമൃദ്ധിയും ധന്യതയും നൽകട്ടെ. നല്ല മക്കളെ വിശ്വാസത്തോടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ അത് നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ ഉള്ളതാണ്.
അപ്പോൾ ഇന്നേ ദിവസം ഈ കുടുംബജീവിതത്തിന്റെ ദൈവവിളിയിലേക്ക് ഇവർ കടന്നു വരുമ്പോൾ മറ്റെല്ലാ ദൈവവിളികളിലുള്ളവരെ കുറിച്ചും ഓർക്കാൻ പ്രാർത്ഥിക്കാനുള്ള ദിവസം കൂടിയാണ്. ദൈവാനുഗ്രഹം ഒരു ഭൂതാശ പരികരണം ചെയ്യപ്പെടുമ്പോൾ നമ്മളിടയിൽ ഇറങ്ങി നിൽക്കണം. അത് ഈ രൂപതയിലും ഈ സാഹചര്യത്തിലും നമ്മളുടെ കുടുംബങ്ങളിലും മാതാപിതാക്കളും നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ജിബിൻ നീനും നിങ്ങൾക്ക് എല്ലാം നമ്മളെ ആശംസിക്കുന്നു. നല്ല കുടുംബ ജീവിതം, നല്ല മക്കൾ, വിശ്വാസത്തിലുള്ള ജീവിതം, ഏത് ചെറിയ പദ്ധതി സാഹചര്യത്തെയും കടന്നു പോകാമെന്നുണ്ടെങ്കിൽ ആരോഗ്യം നല്ലത് എന്നാണ് ആശംസിക്കുക. പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ചെറിയ കാര്യമാണ്, ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. വലിയ കൊടുങ്കാറ്റ് മഴയിൽ വരുമ്പോൾ എല്ലാ പക്ഷികളും എന്താ ചെയ്യുക? അതിൻ്റെ കൂട്ടിൽ പോയി ചേർത്തത്. പക്ഷെ ഒരു പക്ഷി മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറും. കഴുകൻ മേഘങ്ങൾക്ക് നീല പറക്കുന്നുണ്ട്. നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഉന്നതങ്ങളിലേക്ക് ദൈവത്തിലേക്ക് കണ്ണുനട്ട് എല്ലാത്തിൻ്റെയും നീല പറക്കുന്ന ആത്മബലം അതിനെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. എല്ലാവരുടെയും പേര് ഒരിക്കൽ കൂടി നല്ല മക്കൾ, പ്രാർത്ഥനകൾ, ആയുരാരോഗ്യങ്ങൾ, നല്ല കുടുംബജീവിതം, അത് മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേര് ആശംസിച്ചുകൊണ്ട് നന്മയോടും പ്രാർത്ഥനയോടും ഈ ഉദാശ സ്വീകരിക്കാൻ ദൈവമാണ്. നിങ്ങളാണ് ഈ ഉദാശയുടെ ദൈവം പ്രാർത്ഥിക്കുക. ഈ ഉദാശയും നമുക്ക് ഗർഭവതി സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. അങ്ങയുടെ സാധിയും സമാധാനങ്ങളും അങ്ങയുടെ ഇവരെ അങ്ങനെയാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തെ വരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും പ്രിയ സഹോദരരെ, ഈ വല്ലവന്മാർ വിവാഹപ്പെട്ട കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികരണം ചെയ്യുന്നതിന് പുരോഹിതന്റെ വേണ്ടി തന്നെ പ്രാർത്ഥിക്കണമെന്നു നമുക്കെല്ലാവർക്കും ഭക്തിയുടെ ശ്രദ്ധയോടുകൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ദൈവം അങ്ങയുടെ അനുഗ്രഹമായി വളർത്തുന്നു. ആഗ്രഹിക്കുന്നു ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ദാസ യോഗ്യതയോടെ കൈകൊണ്ടും ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തമാക്കുന്നു. അങ്ങയുടെ പാപം സമൃദ്ധമായി ചെയ്യുന്ന പിതാവിന്റെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തെരേസയെ ഭാര്യയായി സ്വീകരിക്കുന്നു. തെരേസ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി കുര്യാക്കോസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ നടപടിക്ക് സാക്ഷികളാണ്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബത്തിൽ നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുമിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുവാനാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസത്തിലും സ്നേഹത്തിലും ഭക്തന്മാരെ ബന്ധിക്കുന്ന ഈ നാളികയാണോ അതിന്റെ ദൈവമായ പിതാവിനും അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷവും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനും ഇതിന് വിരുദ്ധമായി വിശ്വസിക്കുന്നവരുടെ എതിർപ്പുകളുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഇതരത്തിലുള്ള സ്നേഹത്തിന്റെയും വിശ്വസ്തതയും അടയാളമായി
ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ സർവസ്വത്താൽ മനുഷ്യഭാവനെ അലങ്കരിക്കുന്ന കാരണമായ കർത്താവേ, ഈ മാതൃ കൂടി ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ നിരന്തരമായി ഇരിക്കണം. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രത്തിന്റെ കർത്താവേ, ലോകത്തിന്റെ ദുഷ്കരങ്ങളായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ യോഗ്യരാകുകയും ചെയ്യണം. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. സൗഭാഗ്യമേകാ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസതയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊണ്ടാണ് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധ ഇപ്പോഴും നിങ്ങളുടെ കർത്താവും സംരക്ഷണയുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ ശുദ്ധിയും അവിടുന്ന് നിങ്ങളെ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷവും സ്വീകരിക്കുന്നു. അവരുടെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കരുതയും ആരാധനയെ സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവി
സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിങ്ങളുടെ ജീവിതമാണ് പൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും ചെയ്യട്ടെ. ആവശ്യത്തിന് സഹായിക്കുവാൻ നിരവധിയായ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വകീയ പരമ്പരയിൽ അവിടുത്തെ സ്ഥിതിയും ബഹുമാനം സമർപ്പിക്കുവാൻ നവനിർമ്മാണങ്ങളെയും ഈ എല്ലാവരെയും ദൈവം ആശ്രയിക്കട്ടെ ഇപ്പോഴും എപ്പോഴും. ആശിഷം ചൊരിയുക നാഥ ഇന്നീ വധുവരരിൽ. ആശിഷം ചൊരിയുക നാഥ ഇന്നീ വധുവരരിൽ. മുത്തിരിച്ചരടുപോലേകമായി തീർന്ന ഈ ദമ്പതികളെ അനുഗ്രഹിക്കാൻ. മുത്തിരിച്ചരടുപോലേകമായി തീർന്ന ഈ ദമ്പതികളെ അനുഗ്രഹിക്കാൻ. ആശിഷം ചൊരിയുക നാഥ ഇന്നീ വധുവരരിൽ. ആശിഷം ചൊരിയുക നാഥ. ഒന്നിച്ചു ചേർന്നൊഴുകിടുവാൻ. രണ്ടായൊഴുകിയ ജീവിത നദികൾ ഒന്നിച്ചു ചേർന്നൊഴുകിടുവാൻ. അബ്രഹാം സാറയെ പോലേക കുടുംബമായി സ്നേഹത്തിനുറവ തുറന്നിടുവാൻ. അബ്രഹാം സാറയെ പോലേക കുടുംബമായി സ്നേഹത്തിനുറവ തുറന്നിടുവാൻ. ആശിഷം ചൊരിയുക നാഥ ഇന്നീ വധുവരരിൽ. ആശിഷം ചൊരിയുക നാഥ.
ചേരുവാൻ അനുകൂല പ്രതികൂല വേളകളിൽ ഒന്നിച്ചു പങ്കുചേരുവാൻ കൂരിരുൾ തിങ്ങുമി നീചമാം ലോകത്തിൽ ജ്യോതിസു പോലെ വിളങ്ങിടുവാൻ കൂരിരുൾ തിങ്ങുമി നീചമാം ലോകത്തിൽ ജ്യോതിസു പോലെ വിളങ്ങിടുവാൻ ആശിഷം ചൊരിയുക നാഥ ഇന്നീ വധുവരരിൽ ആശിഷം ചൊരിയുക നാഥ സഭയും പോലെ ഇവർ ഒന്നിച്ചു ചേർന്നേകദേഹമാകാൻ ക്രിസ്തുവും സഭയും പോലെ ഇവർ ഒന്നിച്ചു ചേർന്നേകദേഹമാകാൻ ഒരിക്കലും കുറയാത്ത ദിവ്യമാം സ്നേഹത്തിൽ ജീവിതകാലം വസിച്ചിടുവാൻ जैसे तुम हो ऐसा कोई ना मिला, कोई है धागा जो है हमको जोड़ता। तुम्हें कैसे मैं बताऊं, किन लफ्जों में समझाऊं, तुम हो तो मैं हो जी रहा। तुम जो मिले तो मिल गई है हर खुशी। ओ, तुम जो मिले तो मिल गई है जिंदगी। तुम जो मिले तुझे baby, you were looking so amazing, big eyes, cute smile, तुमसा कोई कभी देखा ना था मैंने। तुम ही तुम ख्यालों में थे मेरे सब सवालों में। कभी सोचा न था एक दिन होगे तुम मेरी ही इन बाहों में। जितना देखूं तुझे उतना ही कम लगे, जितना तेरे संग जियो दिल मेरा ना भरे। हंसते तो थम जाए मेरा जहां, तेरी आंखों में आज डूब जाने दे मुझे डूब जाने दे तेरी आंखों में जरा। तुम जो मिले तो मिल गई है हर खुशी। तुम जो मिले तो मिल गई है जिंदगी।
കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ഈ കണ്ണുകളിൽ നീയാണു ലോകം, ഈ കാതുകളിൽ നീയാണു രാഗം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തടുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളെ. ഒരു ചെറുനോവും ചിരിയാക്കി എൻ പാതിമയായി, ഓരോ രാവും പകലാക്കി നേരിൻ മോഹവയിലായി. ഇവനിലായി ചേരുന്നു നീ, മുറിവേഴ കൈരേഖ പോ, കൺചിമ്മാതെ കാക്കാമെന്നോമലേ. ഈ നീലമിഴിയഴങ്ങളിൽ ഞാൻ ഓ വീണലിഞ്ഞു പോകുന്നു താനേ. പ്രണയത്തിൻ മഞ്ഞായി പെയ്തു കൊതി തീരാതെന്നിൽ നീയേ. മഴവില്ലായി ഏതൻ സ്വപ്നം മനമാകെ എഴുതി നീ. പുലരികളെന്നും എന്നുള്ളിൽ നീ തന്നതല്ലേ. ചാരി നീ വന്നണയേണം രാവിലൊന്നു മയങ്ങാൻ. മൊഴികളാൽ എൻ വീതിയിൽ നിഴലുപോൽ ചേരുന്നുവോ, നീയില്ലാതെ വയ്യൻ വാർത്തിങ്കളെ. ഈ തെന്നലിന് നിൻ സ്നേഹഗന്ധം, ഈ രാവുകളിൽ നിന്നാർദ്രഭാവം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ചെറുപാൽ കിളിയെ നെഞ്ചൊന്നു പിടച്ചോ പറയൂ
പുഞ്ചിരി വീഞ്ഞു തുള്ളിയായുതിരും വീണ്ടും ഇത്തിരി പാതയോരം വീണുപോകും ഓർമ്മതൻ തൂവലൻ നെഞ്ചിനുള്ളിൽ പാറി വീണു പിന്നെയും ഈ വഴി മൂകമുരുകും ജീവശിലയിൽ ഗാനമൊഴുകി തെരുതെരെ ഓരോരോ നിലവിലും വന്നു അനുദിനം മായാതെ എന്നെ തേടി നീ അറിയാവാനം നിന്നുയിരായി ചേരാൻ ഞാൻ അലയുന്ന മേഘം നീ വഴിയേ കരയഴ കടലു നീ സുഖമെഴും മുറിവു നീ ചിതറിട ഇതളെഴും അനുരാഗനിലാപ്പൂവേ ഹൃദയമധുര ചഷകം ഓരോ നിമിഷമതിലും നിറയാൻ നീ എന്നിൽ വീണ്ടും വീണ്ടും പൊഴിയേ തെരുതെരെ ഓരോരോ നിലവിലും വന്നു അനുദിനം മായാതെ എന്നെ തേടി തെരുതെരെ ഓരോരോ നിലവിലും വന്നു അനുദിനം മായാതെ എന്നെ തേടി മറവിതൻ മഞ്ഞോലും ഇലകളിൽ പൂവിൽ പ്രണയമേ നീ വന്നു തെന്നൽ പോലെ മാഞ്ഞു പോയൊരാ നാളിൻ നേർത്ത പുഞ്ചിരി വീഞ്ഞു തുള്ളിയായുതിരും വീണ്ടും ഇത്തിരി പാതയോരം വീണുപോകും ഓർമ്മതൻ തൂവലൻ നെഞ്ചിനുള്ളിൽ പാറി വീണു പിന്നെയും ഈ വഴി മോഹമൊരുകും ജീവശിലയിൽ ഗാനമൊഴുകി ആകാശവും മേഘവും സഖി നാം എന്ന പോൽ ചേർന്നിതാ പാടുന്നു ഞാൻ മൗനമാ സഖി നീ കേൾക്കുവാൻ മാത്രമാ മായുന്നൊരാവും താരങ്ങളും കൺമുന്നിലെങ്ങും നീ മാത്രമായി ഒരേ നില ഒരേ വെയിൽ ഒന്നായിതാ ഉൾമൊഴി ഒന്നായിതാ കൺവഴി ഒരേ നില
മിന്ന മിന്നീരാരോ കണ്ണിൽ മിന്നി ആരാരോ നിന്നോടൊപ്പം എന്നെന്നും അക്കം പക്കം കൂടല്ലോ ഉയരെ ഓരം വിളിമാമനുണ്ടേ കളിയൂഞ്ഞാലാടാൻ കൂട്ടിനുണ്ടേ മിന്ന മിന്നീരാരോ കണ്ണിൽ മിന്നി ആരാരോ നിന്നോടൊപ്പം എന്നെന്നും അക്കം പക്കം കൂടാലോ തുമ്പിക്കുഞ്ഞല്ലേ കൊഞ്ചും പ്രാവല്ലേ നെഞ്ചോടു ഞാൻ ചേർക്കുകില്ലേ കണ്ണെത്താദൂരെ പാറിപ്പോകുമ്പോൾ പിന്നാലെ നീ പോരുകില്ലേ കുന്നിന്മേലെ കുന്നിക്കുരു പെറുക്കാം ഓമൽ കയ്യാൽ കളിവിടൊന്നുണ്ടാക്കാം പ്രിയമോടെ നിന്ന് പൂനിലവായി പിരിയാതെ എന്നും കൂടെയുണ്ടേ മിന്ന മിന്നീരാരോ കണ്ണിൽ മിന്നി ആരാരോ തിന്നൽ വിരലാൽ മെല്ലെ തഴുകും മേലെ മേയും നീലമുകിലും നിൻവേളി നാളിൽ ചേർന്നലിയേ തങ്കക്കസവിൽ തിങ്കൾ കലയോ പയ്യെ പയ്യെ എൻ പൂത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ടങ്ങൾ കൊഞ്ചി പുഞ്ചിരി താരങ്ങൾ പൂത്തിടും രാവെത്തി കൂടെ പോ